പോണ എക്സാമിന് നമുക്ക് പ്രോബബിലിറ്റി എന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ ഇതിന്റെ പ്രോബബിലിറ്റിയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്. ഇവിടെ നമുക്കറിയാം ടോട്ടൽ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ എത്രയും മക്കളെ 360 ഡിഗ്രിയാണ്. അപ്പൊ അതിനകത്തൊരു ചെറിയ പോർഷനാണ് 60 തന്നേക്കണേ. അപ്പൊ അതിന്റെ ഒന്നാമത്തെ ആൻസർ 60 ഡിവൈഡഡ് ബൈ 360 എഴുതിയാൽ നമ്മുടെ അതിന്റെ എൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ 60 വരും, എൻ ഓഫ് എസ് 360 വരും. അപ്പൊ നമ്മുടെ ആൻസർ ഈസ് 1/6 ആയിരിക്കും ഇതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എക്സ് ഡിഗ്രി കണ്ടുപിടിക്കണം. ഈ ഒരു പോർഷന്റെ പ്രോബബിലിറ്റി നമുക്ക് 4/9 തന്നിട്ടുണ്ട്. ഈ എക്സ് ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ബൈ 360 ആണ്. അതിന്റെ പ്രോബബിലിറ്റി ആണ് നമുക്ക് തന്നേക്കുന്നത് എത്രയാണ്? 4/9 ആണ്. അപ്പൊ ഇത് നേരെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു 4 × 360 ഡിവൈഡഡ് ബൈ 9 വരും. അപ്പൊ 9ഉം 36ഉം കൂടെ വെട്ടി കഴിയുമ്പോൾ 4 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 160 ഡിഗ്രി കിട്ടും, 160 ഡിഗ്രി വരും. അപ്പൊ ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് 160 കിട്ടി. അപ്പൊ 160ഉം 60ഉം വരുമ്പോൾ നമുക്ക് ടോട്ടൽ എത്ര വരും? 220 വരും. ആ 220 നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഈ ഷെയ്ഡഡ് പോർഷന്റെ പ്രോബബിലിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അവിടുത്തെ ആംഗിൾ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ അല്ലേ? അപ്പൊ നമുക്ക് 360 - 220 ചെയ്ത് കഴിയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 140 നമുക്ക് എന്ത് വരും? ഈ ഒരു മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 140 കിട്ടും. അപ്പൊ അവിടുത്തെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 140/360 ആയിരിക്കും നമുക്ക് ഈ ഷെയ്ഡഡ് പോർഷന്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു 40/36 ആയിരിക്കും ഷെയ്ഡഡ് പോർഷന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓണ എക്സാമിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ക്ലാസ് ഓറയുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലാസ് ഓറ പ്ലാറ്റ്ഫോമിനകത്തും ഈ ഓണ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും മോഡൽ ക്വസ്റ്റ്യൻസും കുട്ടികൾക്ക് ഫ്രീ ആയി കാണാവുന്നതാണ്.